നമ്മൾ ഇന്ന് ഇഷ ഫൗണ്ടേഷനിൽ പോവാം, കോയമ്പത്തൂർ. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് ദൂരത്തായിരുന്നു കേട്ടോ ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നേരെ യൂബറോട്ട് വിളിച്ച് ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിൽ പോയി. അവിടെ നിന്നാണെങ്കിൽ കറക്റ്റായിട്ട് ഇഷൻ്റെ ഉള്ളിലെത്തുന്ന വരെയുള്ള ബസ്സുണ്ട്. നമ്മൾ നിന്നിട്ടാണ് പോയത്. ഫുൾ റഷാണ്. ഈ ഓടുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടായതുകൊണ്ട് അത്യാവശ്യം എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ലഞ്ച് ടൈം ആയതുകൊണ്ട് ഫുഡും കഴിച്ചില്ല. നേരെ അവിടുന്ന് സ്നാക്സും കഴിച്ചു. ഒരു ഇളനീയും കുടിച്ച് ഞങ്ങളെ ട്രാവൽ തുടങ്ങി, അതായത് നടക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയ സ്ഥലമാണ് കേട്ടോ, നടക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഉള്ളിലെത്തിയപ്പം ആ ശിവൻ്റെ സ്റ്റാച്യൂവിൻ്റെ അടുത്ത് എത്തിയപ്പം അവിടുത്തെ വോളണ്ടിയേഴ്സാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളൊരു ടെമ്പിളും കൂടെ ഉണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം അവിടേക്ക് ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും കൊണ്ടുപോകാൻ പറ്റില്ല. ഫോണൊക്കെ നമ്മൾ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സേഫാണ്. പിന്നെ അത് കഴിഞ്ഞ് ടെമ്പിൾ കാണാനുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 2 hours എങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ വോളണ്ടിയറിനോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് സദ്ഗുരു വരുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് സദ്ഗുരുവിൻ്റെ ഒരു ഫോളോവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്ര ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. 1 മണിക്കൂർ ഞങ്ങൾ ആളുടെ ഒരു സ്പീച്ച് കേട്ടു. നിങ്ങൾക്ക് നല്ല ന്യൂ ഇയറിൻ്റെ തുടക്കമായിരുന്നു കേട്ടോ. വെരി പീസ്ഫുൾ ആയിട്ടുള്ളൊരു ന്യൂ ഇയർ. അങ്ങനെ തിരിച്ച് നേരെ ബസ്സിന് തന്നെയാണ് പോകുന്നത്. കാരണം ലാസ്റ്റ് ബസ്സായിരുന്നു, നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റിയിട്ടില്ല, കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി തിരിച്ച് നമ്മൾ നേരെ ഹോട്ടലിലെത്തി.